നമസ്കാരം. NCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച MDMA-യുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് ചുങ്കത്ര തച്ചങ്ങോട് സ്വദേശികൾ. നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ലോക നാട്ടറിവ് ദിനം ആചരിച്ചു. നാടൻപാട്ട് ഗവേഷകൻ പ്രശാന്ത് മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പുസ്തകോത്സവം സംഘടിപ്പിച്ച് പരിഷത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയും. സൗന്ദര്യ ലഹരി സംസ്കൃത കൃതിയുടെ മലയാള പരിഭാഷാ പുസ്തക പ്രകാശനം നിലമ്പൂരിൽ നടന്നു. ആര്യര ഷൗക്കത്ത് MLA പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ T. ശിവൻകുട്ടിയാണ് പുസ്തകം തയ്യാറാക്കിയത്. മേഖലയിൽ പൊടിപൊടിച്ച ഓണാഘോഷങ്ങൾ. ക്യാമ്പസുകളിൽ ആഘോഷത്തിൽ ആറാടി വിദ്യാർത്ഥികൾ. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ആഘോഷങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA-യുമായി 2 പേർ പിടിയിൽ. ചുങ്കത്ര തച്ചങ്ങോട് സ്വദേശികളായ കണിയാമ്പറമ്പ് അജയ്, മേലെ പുത്തൻവീട്ടിൽ ബിജോ വർഗീസ് എന്നിവരെയാണ് പോത്തുകൽ പോലീസ് സബ് ഇൻസ്പെക്ടർ P. ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ DYSP റഫീഖിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോടെ 1-ാം പ്രതി അജയ്യുടെ അമ്മയുടെ ഉടമസ്ഥതയിലുള്ള കുറുമ്പലങ്കോടുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത്. പ്രതികളിൽ നിന്നും 10.18 ഗ്രാം MDMA പിടികൂടി. MDMA വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളാക്കുന്ന സമയത്താണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇവർക്ക് MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മയക്കുമരുന്ന് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും കണ്ടെടുത്തിട്ടുണ്ട്. മുമ്പ് 16 കിലോ കഞ്ചാവ് പിടികൂടിയതിന് അജയ്ക്ക് ആന്ധ്ര പാടേരു പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. മേഖലയിൽ വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും. സീനിയർ CPOമാരായ അബ്ദുൽ നാസർ, സാബിർ അലി, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, T. നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി EP അപ്പുകുട്ടൻപിള്ള അനുസ്മരണം നടത്തി. VA കരീം ഉദ്ഘാടനം ചെയ്തു. തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പാലൊളി മെഹബൂബ്, കല്ലട കുഞ്ഞു മുഹമ്മദ്, നാലകത്ത് ഹൈദരലി, MK ഹാരിസ് ബാബു, K. കൃഷ്ണൻകുട്ടി, MK ഷൗക്കത്ത്, EA മുരളി, ഹാരിസ് അട്ടീരി, ബീന ആന്റണി, K. ബെന്നി, ബഷീർ കാട്ടുമുണ്ട എന്നിവർ സംസാരിച്ചു. ജെയിംസ് മാനയാനി സ്വാഗതവും ഷറഫുദ്ദീൻ ഇല്ലിക്കൽ നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രവാസി പെൻഷൻ കുടിശ്ശിക ഉടൻ തീർത്തു നൽകുക, വിമാന ടിക്കറ്റ് കൊള്ള അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഓണത്തിനും പ്രവാസികൾക്ക് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കുടിശ്ശിക തീർത്തു നൽകണമെന്ന ആവശ്യവുമായി പ്രവാസി സംഘം തെരുവിലിറങ്ങിയത്. പ്രവാസികൾക്കുള്ള പെൻഷൻ എല്ലാ മാസവും കറക്റ്റായിട്ട് കൊടുത്ത സർക്കാരായിട്ട് ഇവിടെ ഭരിച്ചിരുന്നത് LDF-ന്റെ സർക്കാർ, പിണറായി സർക്കാർ. ഇപ്പം ഈ UDF സർക്കാർ വന്ന ശേഷം പെൻഷൻ 2 മാസത്തോളം പെൻഡിംഗ് ആണ്. അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്ന കാര്യം 2 മാസം പെൻഡിംഗ് ആണെന്ന് മാത്രമല്ല, ഈ ഓണത്തിന്റെ മുമ്പ് എല്ലാ ആളുകൾക്കും പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലായിട്ടുള്ള പ്രവാസികളെ ഇത്ര അവഗണിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇന്ത്യ രാജ്യത്ത് മോദി സർക്കാരും കേരളത്തിലെ ഈ പറഞ്ഞ സതീശൻ സർക്കാരും. വണ്ടൂരിൽ വെച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് EP മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി റഷീദ് ബാനു, ട്രഷറർ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ലോക നാട്ടറിവ് ദിനം ആഘോഷിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി നാടൻപാട്ട് ഗവേഷകനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ പ്രശാന്ത് മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു.
ഇങ്ങനെ കൂടിയിരിക്കുക, നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുക, കടന്നു വന്ന വഴികളിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും വീടുവെപ്പുകളെയും നന്മയെക്കുറിച്ച് സംസാരിക്കുക, ചർച്ച ചെയ്യുക, ഒരു പുതുതലമുറയിലേക്ക് പകർന്നു കൊണ്ടുപോകാനുള്ള വലിയ ദൗത്യമാണ് ഫോക്ലോർ പ്രവർത്തകരും ഈ ഫോക്ലോർ പ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന നന്മ പോലുള്ള സംഘടനകൾ ചെയ്തു പോകുന്നത് വളരെ സന്തോഷമാണ്. മേഖലാ വൈസ് പ്രസിഡന്റ് ഫൂലൻ ദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സജിത് പൂക്കോട്ടുംപാടം, മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ, നാടക പ്രവർത്തകൻ സജിൻ നിലമ്പൂർ, മുഹമ്മദ് കോയ കടവത്ത്, രാജേഷ് അമരമ്പലം, ബിൻസി വിജയം, ബാബുരാജ് പാലാട്, സുഭാഷ് കൈപ്പിനി എന്നിവർ സംസാരിച്ചു. ടെറാക്കോട്ട ചുമർചിത്ര കലാകാരൻ നിലമ്പൂർ ഷെരീഫിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തണൽ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻ പാട്ടുകളും അരങ്ങേറി. പരിഷത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. കരിമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിലാണ് പുസ്തകോത്സവം നടത്തിയത്. സാഹിത്യകാരനും അമൽ കോളേജ് മലയാള വിഭാഗം മേധാവിയുമായ മുനീർ അഗ്രഗാമി ഉദ്ഘാടനം ചെയ്തു. കെ സഫിയ പുസ്തകം ഏറ്റുവാങ്ങി. പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം കെ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. പി സജിൻ, വിശ്വനാഥൻ, ഫൂലൻ ദേവി എന്നിവർ സംസാരിച്ചു. PS രഘുറാം, ലിനീഷ്, പി ശ്രീജ, കെ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സുനിൽ കമ്മത്ത് സ്വാഗതവും സി ബാലഭാസ്കരൻ നന്ദിയും പറഞ്ഞു. എടക്കര മുണ്ട ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് സമാപനമായി. രാവിലെ 7:30 നടന്ന കുർബാനയ്ക്ക് ഡോക്ടർ യുയാക്കീം മാർ കുറിലോസ് സഫ്രഗൻ മെത്രാപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം സഫ്രഗൻ മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാം. എത്ര നന്നായി ചെയ്താലും അതിന് മറുപടി എന്താണ്? ഇത്തിരി കൂടെ നന്നാകായിരുന്നു, ഇത്തിരിയും കൂടെ ചെയ്യാമായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്തില്ലെന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. ഇത്തിരി അപ്പോൾ ഈ പുനഃപ്രതിഷ്ഠ നിർവഹിക്കപ്പെടേണ്ട തലങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. എവിടെയാണ് നമുക്ക് പുനഃപ്രതിഷ്ഠ? ഈ ആരാധനാ സമൂഹം എപ്പോഴും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടം. 1951 ആരംഭിച്ച ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിവന്ന വിവിധ പ്രവർത്തനങ്ങളുടെ സമാപനമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആത്മീയ സാമൂഹിക ജീവകാരുണ്യ വികസന പദ്ധതികൾ തുടർന്നും ഏറ്റെടുക്കുന്നതിൻ്റെ പ്രഖ്യാപനമായി സ്റ്റെപ്പിംഗ് ടുവാർഡ്സ് 80യുടെ ലോഗോ ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് MLA പ്രകാശനം ചെയ്തു. മലയോര മേഖലയിലെ കുടിയേറ്റത്തിന്റെ ചരിത്രത്തോളമുണ്ട് മുണ്ട ഇമ്മാനുവൽ ഇടവഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കരിയില്ല, ഭക്ഷണം ഒന്നുമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. അന്ന് അധികാരമേറ്റ നെഹ്റു നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയി ഭിക്ഷയാചിക്കുന്നത് പോലെ നിൽക്കുന്ന ചിത്രം അന്നത്തെ കാർട്ടൂണിസ്റ്റ് ശങ്കർ ലോകപ്രശസ്തമായ ചിത്രമാക്കി മാറ്റിയത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മരാമൺ കൺവെൻഷനിൽ വെച്ച് ഉള്ളൊരു പ്രഖ്യാപനം, ഒരു പ്രസംഗത്തിലെ സൂചനകൾ, ആ സൂചനകളാണ് വാസ്തവത്തിൽ ഇന്ന് അന്ന് പട്ടിണി കിടന്നിരുന്ന കുറേ മധ്യ തിരുവിതാംകൂറിലെ വിശ്വാസികൾ ഈ കുടിയേറ്റത്തിന് കാരണമായി തീർന്നത് എന്നാണ് ഞാൻ വായിച്ചത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിൽവി മനോജ്, ബിനു പോൾ, ഭദ്രാസന നിയുക്ത ട്രഷറർ ഡോക്ടർ രാജീവ് തോമസ്, ഫാദർ സജി ബി ജോൺ, ഫാദർ വർഗീസ് മാത്യു, ഫാദർ തോമസ് ബേബി, വികാരി ഫാദർ സാജൻ ജോർജ്, ഫാദർ ലിജോ ജോസഫ്, ഫാദർ ലതിൻ ജോസഫ്, വൈസ് പ്രസിഡന്റ് KK മാത്യു, സെക്രട്ടറി ബിനു എബ്രഹാം, ട്രസ്റ്റി TM വർഗീസ്, പ്രോഗ്രാം കൺവീനർ എലിസബത്ത് മാത്യു എന്നിവർ സംബന്ധിച്ചു.
കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയും മമ്പാട് MES കോളേജും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. വസന്തം 2K26 സീസൺ 2 എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത്. ആര്യട ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും 2000 രൂപയാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നത്. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും 3000 ആക്കി വർദ്ധിപ്പിച്ചു. സാധാരണ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഇത്ര ശതമാനം വർധനവ് വേണം എന്നുള്ളതാണ് ചില തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത്. പക്ഷെ അതിനും കാലോചിതമായ ഒരു പരിഷ്കരണം ഉണ്ടാവേണ്ടതുണ്ട്. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ ചന്ദ്രൻ മുഖ്യാതിഥിയായി. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റ് M. സുധീർ ആമുഖ പ്രഭാഷണവും ജില്ലാ വൈസ് പ്രസിഡന്റ് VK ഫൈസൽ മുഖ്യപ്രഭാഷണവും നടത്തി. കോളേജ് പ്രിൻസിപ്പൽ TP അലിക്കുട്ടി മുഖ്യ സന്ദേശം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് P. മേനോൻ, സബ് ലഫ്റ്റനന്റ് E. റഫീഖ്, MK സക്കീന, ലഫ്റ്റനന്റ് ഡോക്ടർ തൗഫിക് റഹ്മാൻ, T. ഉസ്മാൻ, രഞ്ജിത്ത് രവീന്ദ്രൻ, പാലോളി നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. KFB നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് അഖിൽ സ്വാഗതവും സെക്രട്ടറി K. നിസാർ നന്ദിയും പറഞ്ഞു. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സീദിക്കോയ ഓണക്കോടി വിതരണം നിർവഹിച്ചു. ശങ്കരാചാര്യ രചിച്ച സൗന്ദര്യ ലഹരി എന്ന സംസ്കൃത കൃതിയുടെ മലയാള പരിഭാഷാ പുസ്തക പ്രകാശനം നിലമ്പൂരിൽ നടന്നു. ഡോക്ടർ T. ശിവൻകുട്ടി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം BRCയിൽ വെച്ച് ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. മലയാളത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടുക എന്ന് മാത്രമല്ല, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടാണ് ഈ പുസ്തക രചന നടത്തിയിട്ടുള്ളത്. പൊതുവെ സംസ്കൃതവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, എങ്കിലും ഞാൻ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ വായിക്കും. ഞാൻ അതിന് സംശയമുള്ളതിൽ എനിക്ക് കുറച്ച് പണ്ഡിതന്മാരുണ്ട്, അവരെ വിളിച്ച് ചോദിക്കാൻ. ഞാൻ സ്ഥിരമായി വിളിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ മനോമോഹൻ. നമ്മുടെ NSS മനോമോഹൻ അറിയാലോ, നമ്മളെല്ലാം. ഡോക്ടർ S. സഞ്ജയ് പുസ്തകം ഏറ്റുവാങ്ങി. UBK നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു. K. വിഷ്ണുനാരായണൻ പുസ്തകം പരിചയപ്പെടുത്തി. അസീസ് കുറ്റീരി, മാത്യു കാരാംവേലി, അഡ്വക്കേറ്റ് KU രാധാകൃഷ്ണൻ, KRC നിലമ്പൂർ, പോൾ വാലയിൽ, കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. NN സുരേന്ദ്രൻ, സത്യൻ എരവിമംഗലം, ലീല വൈദ്യ, പ്രമോദ് മണ്ണിൽത്തുടി, ശിവൻ പൂന്താനം, O. ശശിധരൻ, ഫാത്തിമ സുഹ്റ, മണിലാൽ മുക്കൌട്ടുതറ, സുശീലൻ നടുവത്ത്, പ്രഭാകരൻ നിലമ്പൂർ, KG തോമസ്, ജെസ്സി ടീച്ചർ എന്നിവർ കവിതയരങ്ങിൽ പങ്കെടുത്തു. സുധീർ ബാബു വെങ്കിട്ട നന്ദി പറഞ്ഞു. അമ്യൂസ്മെന്റ് പാർക്കിൽ കിഴക്കാമ്പുക്കായി തലകുത്തി മറിയുന്നു. കുഞ്ഞുങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ കിഴക്കാമ്പുക്കായി മായവും വിഷങ്ങളും സമൃദ്ധം ഓണത്തിന്റെ മായിക പ്രപഞ്ചത്തിൽ നേരിനില്ലിപ്പോൾ മൂല്യം. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്തി. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ, CDS, ADS ഭാരവാഹികൾ, വിവിധ സാംസ്കാരിക ബഹുജന സംഘടനകൾ, വർഗ ബഹുജന സേനകൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ആഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ ഓണസദ്യയും വിവിധ തരത്തിലുള്ള മത്സര പരിപാടികളും നടന്നു. ഈ ഓണത്തിലേക്ക് വിപുലമായ കുടുംബശ്രീ, CDS, ADS, ജനപ്രതികളുടെ പുറമെ രാഷ്ട്രപ്രതികൾ, മറ്റു സംഘടനകൾ, അതിനു പുറമെ അറുപത് സേനകൾ എല്ലാവരും വിളിച്ചുകൊണ്ട് വിപുലമായ ഒരു ഓണ സദ്യ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. 200ഓളം ആൾക്കാരെയാണ് ഇന്നിവിടെ ക്ഷണിച്ചത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീന സിയാദ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ബൈജു ചെമ്പ്ര, നിഷ K. മാധവൻ, ഷാഹുൽ ഹമീദ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എടക്കര ഗവൺമെന്റ് സ്കൂളിന് കസേരകളും പാചക തൊഴിലാളികൾക്ക് ഓണക്കോടിയും നൽകി വ്യാപാരികളുടെ മാതൃക. ഫെസ്റ്റീവ 2K26 വ്യാപാരോത്സവത്തോടനുബന്ധിച്ച് എടക്കര വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റി നടത്തുന്ന
ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. യൂണിറ്റ് പ്രസിഡന്റ് CK ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ആബിദ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ശ്രീജ ജനാർദ്ദനൻ, KVVS യൂണിറ്റ് ജനറൽ സെക്രട്ടറി TT നാസർ, ട്രഷറർ നാസർ EKC, യൂത്ത് വിംഗ് പ്രസിഡന്റ് M ബാസിത്ത്, വനിതാ വിംഗ് പ്രസിഡന്റ് ജിഷി മാത്യു, ഷാജി എടക്കര എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ K മുഹമ്മദ് റഫീഖ്, CP സലാം, സെക്രട്ടേറിയറ്റ് അംഗം EA അഷ്റഫ്, യൂത്ത് വിംഗ് പ്രവർത്തകരായ PN സഹീർ, മുഹമ്മദ് ഗത്താഫി, ബാസിം, നവാസ് കാരക്കുന്നൻ, EA നൌഷ തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ ടോപ്പ് ഫിറ്റ്നസ് ഫാമിലി ജിം സെന്ററിന്റെ പ്രഥമ ഓണാഘോഷം വർണ്ണാഭമായി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിലമ്പൂർ റോട്ടറി ക്ലബ് മുൻ അസിസ്റ്റന്റ് ഗവർണർ ഷാനവാസ് നിർവഹിച്ചു. പിന്നീട് എനിക്ക് എന്താ പറയുക, കയ്യിൽ ചെറിയൊരു വിലക്കുറവ് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു വർഷം ട്രീറ്റ്മെന്റ്. പക്ഷെ ആ സമയത്തൊന്നും ഈ കളിയുടെ പുറത്തേക്ക് നമുക്കൊരു ജിമ്മിന് പോകണം എന്നുള്ള പലരും എന്നെ ഉപദേശിച്ചു. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു എന്തായാലും ജിമ്മിൽ പോകേണ്ട ഒരു സമയമാണ് പോകുന്നത്. നമുക്കതിനകത്ത് ടോപ്പ് ഫിറ്റ്നസ് സെന്റർ ഉടമയും ട്രെയിനറുമായ മനാഫ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ചെയർമാൻ അബ്ദുൾ സമദ് ഓണസന്ദേശം നൽകി. സബ് ഇൻസ്പെക്ടർ ദിനേശ്, കാക്കു, സാദിഖ് മാസ്റ്റർ, സാദത്ത് എന്നിവർ സംസാരിച്ചു. സാന്ദ്ര സുരേന്ദ്രൻ സ്വാഗതവും റഫീഖ് നന്ദിയും പറഞ്ഞു. ട്രെയിനർ മനാഫിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക പരിപാടികളാണ് അരങ്ങേറിയത്. വനിതകളുടെ തിരുവാതിരക്കളി ഏറെ ശ്രദ്ധ നേടി. കൂടാതെ റാമ്പ് വോക്ക്, നൃത്തപരിപാടികൾ, ഗാനാലാപനം തുടങ്ങിയ നിരവധി പരിപാടികളും അരങ്ങേറി. ഫാരിസ്, നിഷാജ്, സജാദ്, വിവേക്, നിഹാൽ, അസ്ബിൻ, ശ്യാം, യാസ്മിൻ, ദേവിക ടീച്ചർ, ജയന്തി സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അംഗങ്ങളുടെ സജീവ പങ്കാളിത്തവും സംഘാടകരുടെ കൂട്ടായ പ്രവർത്തനവും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ ശിവരഞ്ജിനി സംഗീത സഭയും വേട്ടിക്കുത്ത് സാംസ്കാരിക നിലയവും സംയുക്തമായി സാധക കളരി സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ തുവൂർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഔഡവ സമ്പൂർണ്ണ രാഗങ്ങളിലും പാടാം. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ മനോധർമ്മസ്വരം പാടാൻ എളുപ്പം. ഔഡവ സമ്പൂർണ്ണ രാഗങ്ങളിൽ ആരഭി, അതേമാതിരി സാവേരി, പിന്നെ ആഭേരി, ആഭോഗി അല്ല ആഭേരി, പിന്നെ ആരഭി, സാവേരി, ആഭേരി എന്നീ രാഗങ്ങളിൽ ഔഡവ സമ്പൂർണ്ണ രാഗങ്ങളിലും ഇത് പാടാം. വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് P വാസുദേവൻ അധ്യക്ഷനായി. സംഗീതജ്ഞൻ വെച്ചൂർ C ശങ്കർ സാധക കളരി വിശദീകരണം നടത്തി. പഞ്ചരത്ന കീർത്തന ആലാപനത്തിന്റെ സാധകവും തുടങ്ങി. D വെങ്കടേശ്വരൻ സ്വാഗതവും സംഗീത സഭ എക്സിക്യൂട്ടീവ് അംഗം CB കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. സാധക കളരി എല്ലാ മാസവും 2 ദിവസം ഉണ്ടായിരിക്കും. വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് A സബാഹ് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി NR മുജീബ് റഹ്മാൻ, ട്രഷറർ പ്രകാശ് എന്നിവർ സംസാരിച്ചു. വണ്ടൂർ VMC ഗ്രൗണ്ടിൽ അസോസിയേഷൻ അംഗങ്ങൾക്കായി വിവിധ കായിക മത്സരങ്ങൾ അരങ്ങേറി.
വിജയികളായവർക്ക് ടി കെ സാജിദ് ബാബു, ടി അബ്ബാസ്, നൌഷാദ് മാസ്റ്റർ, പി യൂനുസ്, എ പി കുഞ്ഞി മുഹമ്മദ് എന്നിവർ സമ്മാനങ്ങളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. പരിപാടികൾക്ക് മുഹസിൻ നാലകത്ത്, ഐ ബി ഷമീർ, രമേശ് ബാബു, മുക്കണ്ണൻ, ശിഹാബ് എന്നിവർ നേതൃത്വം നൽകി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടികളാണത്. ഇതിൽ കുറേ കലാപരിപാടികളുണ്ട്, കുറേ സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഇവിടെ ഓരോ ഭാഗത്തായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു പരിപാടിയാണ്. എല്ലാവരുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ദിനമായിട്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷത്തെ കാണുന്നത്. നിലമ്പൂർ ചേലശ്ശേരിക്കുന്ന ഹൈടെക് അംഗനവാടിയിൽ കൗമാരപ്രായക്കാരുടെ കൂട്ടായ്മയായ വർണ്ണക്കൂടിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. നഗരസഭാ കൌൺസിലർ പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. വൈഗ ജയൻ അധ്യക്ഷത വഹിച്ചു. അതുല്യ, രഞ്ജിത്ത്, പാർത്ഥിബ്, നന്ദന, ബിനു, അശ്വിനി, പ്രതീഷ്, സി കെ അജിത എന്നിവർ പ്രസംഗിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് സ്കൂൾ കൌൺസിലർ രേഷ്മ വൈശാഖ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. പി സക്കീന രേഷ്മ വൈശാഖിനെ ആദരിച്ചു. LSS ജേതാവ് ആഗ്നേയെ ചടങ്ങിൽ അനുമോദിച്ചു. അംഗനവാടി അധ്യാപിക കെ ടി സുഹറ, എം ജയകുമാരി, പി രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ സൗഹൃദ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മണലോടി SNDP ഓഡിറ്റോറിയത്തിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MA രവികുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ മേരീസ് ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജോസുകുട്ടി, ബാബുരാജ്, രാധാകൃഷ്ണൻ, ഹരീഷ് ബാബു, നടുവിലക്കളം സുബ്രഹ്മണ്യ ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ബാബു, സി വിനോദ് എന്നിവർ സംസാരിച്ചു. സൗഹൃദ നഗർ ജനറൽ സെക്രട്ടറി ബി ഹരിദാസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഗൗരിദാസ് നന്ദിയും പറഞ്ഞു. മുതിർന്ന അംഗങ്ങൾ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ബേക്കിലൊക്കെ ഉണ്ട്, ബേക്കിലും അവിടെ മുന്നിൽ തിരക്കൂട്ടുന്ന ബേക്കിലുണ്ട്. ആവേശം വാരിന്റെ പേരക്കുട്ടി ഓണാഘോഷങ്ങളുടെ ഭാഗമായി മമ്പാട് പാലപ്പറമ്പ് ചൈതന്യ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. വാസറീന ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 1200-ൽ പരം ആളുകൾ സ്നേഹവിരുന്നിൽ ഓണസദ്യ ഉണ്ടു. സാമൂഹിക സാംസ്കാരിക പ്രമുഖരും ജാതി മത ഭേദമന്യേ പ്രദേശവാസികളും നാട്ടുകാരും സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. വർണ്ണാഭമായ പൂക്കളവും ഒരുക്കി. ചൈതന്യ കലാസമിതിയുടെ ഭാരവാഹികളായ EK മരക്കാർ, ലിനു ബാസിൽ, പി ബഷീർ, KK മോണച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷറഫുന്നീസ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സൈദലവി വരിക്കോടൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ K അബ്ദുൽ അസീസ്, ചെയർമാൻ ഷമീർ ബാബു മണ്ണേത്ത്, നൌഫൽ ചങ്ങരായി, MA അനുപേഷ്, ബിന്ദു ജോൺ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി അപ്പൻകാപ്പ് ഉന്നതിയിലെയും മറ്റും ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്കും ഓണക്കോടിയും മധുരപലഹാരങ്ങളും നൽകി. അധ്യാപകരായ PB ശ്രീജ, KS രാഗേഷ്, VU ആര്യ, CK ഷമീമ, M റസീന, കൃപാമോൾ മാത്യു, അഖിൽ, KV വിപിൻ, K തസ്നി എന്നിവർ നേതൃത്വം നൽകി. വടപുറം GMLP സ്കൂളിൽ ഓണാഘോഷം അതിവിപുലമായി നടത്തി. വിവിധ പരിപാടികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയത്. പൂക്കളമൊരുക്കൽ, ഓണക്കളികൾ, കലാപരിപാടികൾ എന്നിവയോടെ നടന്ന ആഘോഷം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആവേശമായി. പ്രധാനാധ്യാപിക സുനിത,
നജിമ, ലിനി, സുൽഫത്ത്, എം വിഷ്ണു, PTA പ്രസിഡന്റ് നൌഷാദ് അരീക്കാട്, വാർഡ് മെമ്പർ സജീർ കുഞ്ഞാട്ട്, PTA അംഗങ്ങളായ M ഗീത, വി ഷാമിനി എന്നിവർ നേതൃത്വം നൽകി. ചുങ്കത്തറ കോട്ടേപ്പാടം അനുയാത്ര ലിവിംഗ് ടുഗദർ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KP മയമൂന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത്, പറമ്പിൽ ബാവ, ഷൗക്കത്ത്, അബ്ദുള്ള, നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ ആഘോഷ പരിപാടികളും നടത്തി. മമ്പാട് നടുവക്കാട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഓണാഘോഷം നടത്തി. വാർഡ് മെമ്പർ MK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പിന്നണി ഗായകൻ നിസാർ മമ്പാട് മുഖ്യ അതിഥിയായി. സലാഹുദ്ദീൻ കുപ്പനത്ത്, ജയേഷ് മമ്പാട്, K അജയ് ഘോഷ്, K രാഘവൻ, K രാജു, K പ്രവീൺ, മണി മാർക്കശ്ശേരി, ഗീത മേപ്പാടം, K വിശാലാക്ഷി, K പത്മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണക്കളികളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. മുടവണ്ണ കുട്ടിച്ചാത്തൻകാവിൽ ഓണാഘോഷം നടത്തി. പൂക്കളവും ഒരുക്കി. ഓണസദ്യയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പരിപാടികൾക്ക് ഭരണസമിതി പ്രസിഡന്റ് E സജീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് P വേലായുധൻ, സെക്രട്ടറി V പത്മനാഭൻ, ട്രഷറർ P പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി MK അരുൺ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള വീണ്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച MDMAയുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് ചുങ്കത്തറ തച്ചങ്ങോട് സ്വദേശികൾ. നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ലോക നാട്ടറിവ് ദിനം ആചരിച്ചു. നാടൻപാട്ട് ഗവേഷകൻ പ്രശാന്ത് മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പുസ്തകോത്സവം സംഘടിപ്പിച്ച് പരിഷത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയും. സൗന്ദര്യ രഹലി സംസ്കൃത കൃതിയുടെ മലയാള പരിഭാഷാ പുസ്തക പ്രകാശനം നിലമ്പൂരിൽ നടന്നു. ആര്യര ഷൗക്കത്ത് MLA പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ T ശിവൻകുട്ടിയാണ് പുസ്തകം തയ്യാറാക്കിയത്. മേഖലയിൽ പൊടിപൊടിച്ച ഓണാഘോഷങ്ങൾ. ക്യാമ്പസുകളിൽ ആഘോഷത്തിൽ ആറാടി വിദ്യാർത്ഥികൾ. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ആഘോഷങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.